അടുത്തതായി തായവാകേരി കുടുംബത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന കോയ മാമു സാഹിബിനെ സന്തോഷപൂർവ്വം ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്പ്യാപുരത്തെ കുഞ്ഞു മൊയ്തീൻഖാനെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി വീണ്ടും നമ്പ്യാർ വനത്തിൽ നിന്നും ആലിക്കായെ ഞാൻ ഹാർദവുമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അല്പം വൈകിയാണെങ്കിലും നമ്മുടെ പ്രത്യേക ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന നമ്പ്യാൻ വനത്തിൽ നിന്നും എത്തിച്ചേർന്ന കുഞ്ഞു മൊയ്തീൻഖായെ ഞാൻ സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇദ്ദേഹത്തിന്റെ ഭൂരിഭാഗം ജീവിതവും പ്രവാസിയായി തന്റെ കുടുംബത്തിന് വേണ്ടി ചെലവഴിച്ചിട്ടുള്ള ആളാണ്. കൈയടികളോടുകൂടെ തന്നെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കുടുംബത്തിലെ രണ്ടാമത്തെ തലമുറ കാരണവൻ. അധ്യക്ഷൻ വയ്ക്കാൻ വേണ്ടി ചേക്കുക്കാനെ ശ്രമിച്ച് നിൽക്കുന്ന ഈ കുടുംബസംഗമത്തിൽ കുടുംബ ജീവികൾക്കും എല്ലാ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ കുടുംബാംഗങ്ങൾക്കും സ്വാഗതം പറയുന്നു. നമ്മൾ ക്ഷണം സ്വീകരിച്ച വിശിഷ്ടാതിഥികളായ കുഞ്ഞിക്ക ആലിക്ക എല്ലാവരും എല്ലാ ബുദ്ധിമുട്ടുകളും സഹിച്ച് ഒരാൾ കയറാൻ കഴിയാത്ത കാര്യം നിൽക്കുന്നുണ്ട്. അവർ ഈ നമ്മുടെ ക്ഷണം നമ്മുടെ കുടുംബത്തിൻ്റെ സ്നേഹം കൊണ്ട് എത്തിച്ചേർന്നതാണ്. ഇങ്ങോട്ട് കയറാൻ കഴിയാത്ത കാര്യം നിൽക്കുകയാണ്. അതുകൊണ്ട് ഏറ്റവും തന്നെ ഈ നന്ദി പറഞ്ഞുകൊണ്ട് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഈ നമ്മുടെ ഈ പരിപാടി നടത്താൻ നമ്മൾ കഴിഞ്ഞ പോലെ വിചാരിച്ചായിരുന്നു. കൊറോണ കാര്യങ്ങളായതുകൊണ്ട് അങ്ങനെ വീണ്ടും പോയതാണ്. അതെന്തില്ല ഈ പ്രാവശ്യം മുന്നോട്ട് അയക്കാൻ കഴിയും. ഈ പരിപാടി കഴിയുന്നവരെ ബുദ്ധിമുട്ട് മാറ്റിയൊന്നും ഇല്ലാതെ ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കണം. കൂടുതൽ ആളുകൾ പറയാനുള്ളത് കൊണ്ട് കൂടുതൽ പറയണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. 5 മിനിറ്റ് 3 മിനിറ്റ് സമയമുള്ളൂ. അടുത്തതായി അധ്യക്ഷ പ്രസംഗത്തിനായി ചേക്കു സാഹിബിനെ ഞാൻ കുടുംബസമാജത്തിന് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാ അതിഥികളെയും ആദ്യമായി സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു. അതുപോലെ തന്നെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യും.
നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഒരുപാട് സന്തോഷത്തോടെയും അഭിനന്ദനത്തോടു കൂടിയാണ് ഇവിടെ ഈ വേദിയിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്. അതിൻ്റെ കാരണം കലാമും ആരിസും എന്നോട് കുടുംബ സംഗമം നടത്തണം എന്ന് പറഞ്ഞപ്പോഴും അത് ഇത്രയും വിപുലമായ ഒരു പരിപാടിയാവും എന്നുള്ളത് ഞാൻ ഒരിക്കലും തിരിച്ചറിഞ്ഞില്ല. അതിനുവേണ്ടി പ്രവർത്തിച്ച കുടുംബത്തിലെ എല്ലാ മെമ്പർമാരെയും സ്നേഹത്തോട് എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഇതുപോലെ അടുത്ത വർഷം നമ്മുടെ ഇതിലും വിപുലമായി നമ്മുടെ കുടുംബ സംഗമം നടത്താനുള്ള അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കുടുംബത്തിലെ ഓരോ വ്യക്തികളെയും പരിചയപ്പെടുന്നതിന് വേണ്ടി ഞാൻ ആദ്യമായി കുഞ്ഞാതുവിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവരും എൻ്റെ സ്നേഹാംശങ്ങൾ നൽകുന്നത്. അസ്സലാമു അലൈക്കും. ഇവരെല്ലാവരുടെയും വിദ്യാർത്ഥിയുടെയും നേത്രമ്മയുടെയും വിദ്യക്കാരുടെയും വിദ്യന്മാരുടെയും മകനായ കുഞ്ഞാത്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഈ പാറപ്പടിപ്പുറപ്പിൽ തറവാടിൻ്റെ കുടുംബ സംഗമത്തിൻ്റെ അധ്യക്ഷൻ നമ്മുടെ ഇന്നത്തെ തലമുറയിലെ ഏറ്റവും മുതിർന്ന അംഗവും നമ്മുടെ എല്ലാവരുടെയും കാരണവരുമായ എൻ്റെ ഇക്കാക്ക, അതായത് ചേക്കുക്ക, എൻ്റെ പ്രത്യേകം അഭിനന്ദനങ്ങൾ, ആശംസകളും സന്തോഷവും അറിയിക്കുന്നു. സൗദപ്പോഴും ഞാനെൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അനിയൻ അബ്ദുൽ സലാമും കൂടി ഞങ്ങൾ 4 പേരാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത്. അവരും അവരുടെ മക്കളും ഭാര്യമാരും പേരക്കുട്ടികളും ഉൾപ്പെടെ 52 അംഗങ്ങളാണ് ഇന്ന് ഞങ്ങളുള്ളത്. ഇനി ഞങ്ങളെ പാറപ്പള്ളി തറവാടിൻ്റെ 12 അംഗങ്ങളിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന നമ്മുടെ 3 ഇന്നാമന്മാർ, അതായത് 1 ചെറിയഞ്ഞാമ, 2 പച്ചഞ്ഞാമ, 3 കുട്ടിഞ്ഞാമ. നമ്മൾ സംസാരിക്കുന്ന ഭാഷയിലാണ് ഞാൻ പറഞ്ഞത്. അവർക്ക് ഞങ്ങളെ ഈ 4 പേരുടെയും നിങ്ങളെ വലിയക്കാരുടെയും വലിയക്കാരുടെയും മക്കളായ 4 പേരുടെയും പ്രത്യേക അസ്സലാമു അലൈക്കും. അതോടൊപ്പം ഇവിടെ ഈ കുടുംബത്തിൻ്റെ മുഴുവൻ അംഗങ്ങളും മുന്നിട്ടിറങ്ങിയ എൻ്റെ അനിയന്മാരായ 4 പേർ. 1 പച്ചച്ചാപ്പിയുടെ മകൻ ഹാരിസും, 2 കുഞ്ഞിച്ചാപ്പിയുടെ മകൻ അബ്ദുൽ കലാമും, ഈ അമ്മായിയുടെ മക്കളായ ഞങ്ങളെ 2 പേര് അബ്ദുൽ നാസർ, ശംസുദ്ദീൻ. തുടങ്ങി 4 പേര് തുടങ്ങി വെച്ച ഈ പരിപാടി ഇതിന് വേണ്ട എല്ലാ ഒത്താശകളും എല്ലാ സപ്പോർട്ടുകളും ചെയ്ത നമ്മുടെ ഇന്നത്തെ കാരണവരായ ഇക്കാക്ക, അതായത് ചേക്കുക്ക, എല്ലാവിധ ആശംസകളും അവർക്ക് 5 പേർക്കും ഞാൻ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കുടുംബത്തിലെ എല്ലാ ഈ കാര്യങ്ങൾ ഏറ്റെടുത്ത് മുൻപന്തിയിലുള്ള എല്ലാ ആളുകൾക്കും ഇതിന് വേണ്ട സാമ്പത്തിക സഹായങ്ങളും മറ്റുള്ള എല്ലാ സഹായങ്ങളും ചെയ്ത മുഴുവൻ കുടുംബാംഗങ്ങളെയും എൻ്റെ പേരിൽ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതോടൊപ്പം എൻ്റെ കുടുംബങ്ങളും ഈ വിഷയത്തിൽ അഭിനന്ദനവും ആശംസകളും അറിയിക്കുന്നു. ഇനി നമ്മുടെ 4 ഇച്ചാപ്പന്മാരുടെ കാര്യം, ഇപ്പിച്ചിൻ്റെ അനിയന്മാരായ 4 ഇച്ചാപ്പന്മാർ നമ്മൾ വിളിക്കുന്ന ചെറിയച്ചാപ്പയും ചെറിയച്ചാമ്പയും, കുഞ്ഞിച്ചാപ്പയും കുഞ്ഞിച്ചാമ്പയും, പച്ചച്ചാപ്പയും പച്ചഞ്ഞാമ്പയും, കുട്ടിച്ചാപ്പയും കുട്ടിഞ്ഞാമ്പയും. അതോടൊപ്പം ഈ 5 ആംഗ്ലമാരിൽ ഒരേ ഒരു പെങ്ങളായ നമ്മുടെ തങ്കപ്പെട്ട അമ്മായി, ഞങ്ങളെ വിളിക്കുന്ന പുതിയകാലിലെ അമ്മായി പാർട്ടിച്ചു. അവരുടെ കുടുംബാംഗങ്ങളെയും അഭിവാദ്യങ്ങൾ അറിയിക്കുന്നു, സ്നേഹവും സന്തോഷം അറിയിക്കുന്നു. അതോടൊപ്പം സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഈ പരിപാടിയിൽ പങ്കെടുക്കാനും നിങ്ങളെല്ലാവരെയും നേരിൽ കാണാനും സാധിച്ചതിൽ, ഇവിടെ നിന്ന് സംസാരിക്കാൻ സാധിച്ചതിൽ പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അതോടൊപ്പം ഈ കുടുംബം, പാറപ്പള്ളി തറവാടിൻ്റെ കുടുംബം ഇനിയും നിലനിർത്താൻ വേണ്ടി നമ്മുടെ മക്കളും നമ്മുടെ മരുമക്കളും നമ്മുടെ പേരക്കുട്ടികളും കൊച്ചുമക്കളെല്ലാവരും ഈ തറവാട് നിലനിർത്താൻ വേണ്ടി പ്രത്യേകമായി വിനീതമായി നിങ്ങളോട് അപേക്ഷിക്കുന്നു. അത് നിങ്ങളുടെ സ്വന്തം മുന്നാക്കാം. നിങ്ങളുടെ എല്ലാവരുടെയും പരിചയത്തിൽ മോയിക്ക എന്ന് പറയുന്നു. എല്ലാവരും നല്ല കൈയടികളോട് സ്വാഗതം ചെയ്യും.
അസ്സലാമു അലൈക്കും. ഇവിടെ കൂടിയിട്ടുള്ള ഈ സ്റ്റേജിലുള്ള അധ്യക്ഷനും മറ്റേ വിശിഷ്ട വ്യക്തികൾക്കും ഈ സദസ്സിലുള്ള എല്ലാ എൻ്റെ കുടുംബങ്ങൾക്കും മറ്റുള്ള എല്ലാ പ്രവർത്തകർക്കും ഞാൻ ആദ്യമായി സലാം പറയുന്നു. ഈ പാറോപ്പടിപ്പറമ്പിൽ കുടുംബസംഗമത്തിൻ്റെ ഉദ്ദേശം ഇവിടെ ഇന്ന് ഈ പരിപാടി കഴിഞ്ഞ് എല്ലാവരും പൊടിയും തട്ടി പോവാതെ വിചാരിക്കണ്ട. അത് ഒരു സംഗമമാക്കി തീർക്കണം. അതായത് എല്ലാ എന്തെങ്കിലും പരിപാടി നമ്മൾ കാണാം. ഒരു പരിപാടി വന്നാൽ ഞാനും എൻ്റെ കുടുംബവും ഒരു മൂലയിരുന്ന് സൊറ പറയേ തമാശ പറയുകയും ചെയ്യും. അത് പോരാ. മറ്റുള്ള കുടുംബങ്ങളുമായിട്ട് നമ്മൾ കാര്യങ്ങൾ സംസാരിക്കണം. എന്നാൽ ഈ സംഗമത്തിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവുള്ളൂ. ഇതുകൊണ്ട് വിട്ടുപോയിട്ട് പിന്നെ ഇതേമാതിരി ആകാണെങ്കിൽ ഈ സംഗമത്തിൻ്റെ ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എന്ത് പരിപാടിയായാലും അവിടെ പോയി ഈ സംഗമം തുടർന്ന് നടത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുക. ഇനി ഞാൻ എല്ലാ കല്യാണത്തിനും പോയിട്ട് എല്ലാവരും കൂടി 450 ആൾ കൂടും. അതുകൊണ്ട് എല്ലാവരും പോയി പോകണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് അഡ്ജസ്റ്റ് ചെയ്ത് മറ്റുള്ളവരെയൊക്കെ വിളിക്കണമായിരിക്കും. അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ മതിയേ. പിന്നീട് എനിക്ക് പറയാനുള്ളത്, ഈ സംഗമത്തിൻ്റെ തുടക്കം ഇവിടെ എല്ലാവരും ഞങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞു. 4 ആൾ തുടങ്ങിയതാണ്. ഒരു ചെറിയത് ഒരു 10 ആൾ 20 ആൾ കൂടിയുള്ള ഒരു സംഭാവനയിൽ പാവപ്പെട്ട നമ്മളെ കുടുംബത്തിലുള്ള ആൾക്ക് സഹായങ്ങൾ ചെയ്യുക എന്നായിരുന്നു ഈ ഉദ്ദേശം. അത് ഇപ്പം 2 കൊല്ലത്തോളമായി തുടർന്നുകൊണ്ടിരിക്കുന്നു. ഈ ഉദ്ദേശം നമുക്ക് ഈ കുടുംബത്തിലേക്ക് വ്യാപിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ പ്രാധാന്യം. അതുകൊണ്ട് നിങ്ങൾ ഇനി വരുന്ന വാട്സപ്പിൻ്റെ ഗ്രൂപ്പുകളിൽ നിങ്ങൾക്ക് കാണാം ഈ പരിപാടിയുടെ അജണ്ട തന്നെ മാറും. കാരണം നിങ്ങൾ കുടുംബത്തിൽ നിന്ന് ഒരു ചുരുങ്ങിയ സംഖ്യ ഒരു മെമ്പർഷിപ്പായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ഈ ഫണ്ടിന് ഒന്നും കൂടി വിപുലീകരിച്ച് കൂടുതൽ തുക നമുക്ക് പാവപ്പെട്ടവർക്ക് കൊടുക്കാം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഇവിടെ ഈ പരിപാടി നോക്കുന്നത്. അതുകൊണ്ട് ഒരു അക്കൗണ്ട് തുടങ്ങി അതിലേക്ക് ഇപ്പോൾ പണ്ഡിതമായി ചെയ്തൊന്നും ആവശ്യമില്ല. നമുക്ക് ബാങ്കിലേക്ക് വരുന്ന സംവിധാനം ഞങ്ങൾ ഇവിടെ ഒരുക്കുന്നുണ്ട്. അതുകൊണ്ട് വീട്ടിൽ തന്നെ ഇരുന്ന് പെണ്ണുങ്ങൾ ഇരുന്ന് കണ്ട് ഞങ്ങൾക്ക് നെറ്റി തന്നാൽ ഒരു റുപ്യായാലും 10 റുപ്യായാലും അതൊരു വലിയൊരു സംഖ്യയായിട്ട് ഞങ്ങൾക്ക് ഇവിടെ കിട്ടും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ സഹായങ്ങളൊന്ന് നല്ലവണ്ണം വിപുലീകരിച്ച് കൊടുക്കാൻ കഴിയും. ഇപ്പൊ തന്നെ നമ്മൾ കലാം പറയും ബാക്കിയുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് നിങ്ങളെല്ലാ കുടുംബക്കാരും പ്രത്യേകം ശ്രദ്ധിക്കുക. വാട്സപ്പിൽ ഇത് വരുമ്പോൾ ഡിലീറ്റ് ചെയ്യാതെ നോക്കിയിട്ട് അത് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാക്കുക. അതിൽ കൂടുതൽ ഞങ്ങൾ ഈ വാട്സപ്പിൽ നിങ്ങൾ അയക്കുന്നതാണ്. എനിക്ക് കുറച്ച് കൂടുതൽ സമയം തരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുക്കില്ല. അതുകൊണ്ട് ഞാൻ പറയാണ്, ഞങ്ങളെ ചേക്കുട്ടി ഈ കുടുംബത്തിലെ മൈലിങ്കോയ അലിമാബി എന്ന തറവാട്ടിലെ കുടുംബത്തിൽ ഞങ്ങൾ 8 പേര് 9 പേരുണ്ട്. 3 ആൺകുട്ടികളും 6 പെൺകുട്ടികളും. അതിൽ മൂത്ത ആളെ പട്ടണപാലം ഫാത്തിമാബി, രണ്ടാമത്തത് കോയക്ക, നമ്മുടെ ഏരിയയിലുള്ള കോയക്ക, 3ാമത് ഖദീജ പെരിങ്ങളം, 4ാമത് ഷെരീഫ പാറപ്പടി, 5ാമത് മാമുക്കോയ. ഇന്നെല്ലാവരും പോയി 4 മണിക്കൽ ഇപ്പം എല്ലാവർക്കും മനസ്സിലാവുന്നതായ മാമുക്കോയാണെന്നുള്ളത്. പിന്നുള്ളത് റംല, പിന്നെ ഫാസില, റജുല. ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഞങ്ങളുടെ കുടുംബത്തിലുള്ളത്. അസിന സോറി അസിന പറഞ്ഞു. അതുകൊണ്ട് എല്ലാ കുടുംബങ്ങളും ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് മുമ്പോട്ട് നീങ്ങണം. ഈ പരിപാടിക്ക്
ആശംസിക്കാം. ഈ യോഗത്തിലെ എല്ലാവർക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട്, ഈ കുടിയേരിക്കുന്ന എല്ലാവരും കൃത്യസമയത്ത് എത്തിയതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പ്രസംഗം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. രണ്ടു വാക്ക് പറയാൻ ക്ഷണിക്കുന്നു. അസ്സലാമലൈക്കും. ഞാൻ അബ്ദുൽ നാസർ, കുഞ്ഞാത്തപ്പിയുടെ മൂത്ത മകൻ മുഹമ്മദ് കോയ, രണ്ടാമത്തത് അബ്ദുൽ കരീം, മൂന്നാമത്താണ് ഞാൻ, നാലാമത്തെ ശംസുദ്ദീൻ, പിന്നെ ജമീല, സഫിയ, സെറീന, റാബിയ എന്നീ 4 പെങ്ങന്മാർ. ഞങ്ങൾ 8 പേരാണ്. 5 സഹോദരന്മാരിൽ ഒരു സഹോദരിയാണ് നമ്മളെ ഉമ്മ കുഞ്ഞാത്തപ്പി. നമ്മളെ ഉപ്പന്റെ പേര് അഹമ്മദ്. ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് ആർക്കും ഞങ്ങളെ പറ്റി അറിയില്ല. ഒരുപാട് ആൾക്കാർ നമ്മളെ പാറപ്പെടുന്ന വിട്ടുപോയത് കൊണ്ട് ആർക്കും ഞങ്ങളെ ഓർമ്മ ഉണ്ടാവില്ല. ഞങ്ങളിപ്പോൾ താമസിക്കുന്ന കക്കോടിയാണ്, കുറച്ചാൾ പുതിയങ്ങാടിയാണ്, ഒരാൾ താമരശ്ശേരിയാണ്. അങ്ങനെ എല്ലാവരും വിട്ടു പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ കുടുംബ സംഗമത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും പേരിൽ ഞാൻ ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. എന്റെ കരീം സ്റ്റേജിലുണ്ട്, പക്ഷേ അദ്ദേഹത്തിന് തലവേദനയായതുകൊണ്ട് കയറാനും സംസാരിക്കാനും പറ്റുന്നില്ല എന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചതാണ് മൈക്ക്. പോയി പറഞ്ഞമായി 5 മിനിറ്റ് സമയത്തിനുള്ളിൽ നമ്മളെല്ലാം പറഞ്ഞു തീർക്കാം ഇൻഷാ അല്ലാഹ്. നമ്മളെ 5 അമ്മമാരെ ഞങ്ങൾ വിളിക്കുന്ന വെല്ലേക്ക, ചെറിയക്ക, കുട്ടിക്ക, പച്ചക്ക, കുഞ്ഞിക്ക എന്നിങ്ങനെയാണ്. അതേമാതിരി അമ്മായിമാരെ വിളിക്കുന്ന വല്യമ്മായി, ചെറിയമ്മായി, പച്ചമ്മായി, കുട്ടിയമ്മായി, കുഞ്ഞമ്മായി എന്നിങ്ങനെയാണ്. അങ്ങനെയുള്ള ഈ കുടുംബത്തിൽ ഞങ്ങൾ ഒരുപാട് കാലം ഇവിടെ ഒന്ന് ജീവിച്ചിട്ടുണ്ട്. എന്റെ ജനനൊക്കെ പാറവിടെയാണ്. ബാക്കിയുള്ള 2 പേരാണ് പുതിയങ്ങാടി ജനിച്ചത്. അതുകൊണ്ട് ഈ സംഗമം ഇനിയും വിജയിപ്പിക്കാനും മോയി പറഞ്ഞ മാതിരി കലക്ഷന്റെ കാര്യത്തിൽ നിങ്ങൾ എല്ലാവരും ഒന്നുകൂടി സഹകരിക്കണം. ഞങ്ങൾ ഈ പരിപാടി ഒന്നും കൂടി ഗംഭീരമാക്കി തരാൻ ഒരു 100 രൂപ മിനിമെങ്കിലും ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു തന്ന് ഞങ്ങൾ ഈ പരിപാടി ഗംഭീരമാക്കി തരാൻ എല്ലാവരും ഒന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമലൈക്കും. ഞാൻ കുട്ടിച്ചാപ്പൻ്റെ ശ്രീരാമൻ്റെ മകളാണ്. ഞാൻ ഈ വേദിയുള്ള വേദിക്കുന്ന അധ്യക്ഷൻ എല്ലാ കാര്യങ്ങൾക്കും കുടുംബസംഘത്തിൻ്റെ ആശംസകൾ നേരുന്നു. ഞാൻ ബാക്കിയുള്ള മക്കൾ കന്യാകുമാരി മരിയറ, സായിദാസ്, വികാസ് എന്നെല്ലാം എല്ലാ സ്ത്രീകൾക്കും ഉണ്ട്. ആശംസകളും നേരുന്നു. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും അസ്സലാമു അലൈക്കും. വേദിയിലിരിക്കുന്ന അധ്യക്ഷൻ ചേക്കുക, നമ്മുടെ അതിഥികളായി ഇവിടെ എത്തിയ എല്ലാവർക്കും എൻ്റെ സ്വന്തം പേരിലും കമ്മിറ്റിയുടെ പേരിലും സ്വാഗതം പറയുന്നു. ചേക്കുട്ടി കുടുംബത്തിലെ 3ാമത്തെ മകനായ ഇബ്രാഹിം എന്ന കുഞ്ഞിച്ചാപ്പയുടെ 6 മക്കളിൽ മൂത്ത മകൾ സുലൈഖ, അഫ്സത്ത്, വഹീദ, അബ്ദുൽ കലാം, സേറാബാനു, ബ്രസീല എന്നിവരുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഈ കമ്മിറ്റിക്ക് പ്രത്യേകമായി നന്ദി പറയുന്നു. ഈ കമ്മിറ്റിയുടെ പേരിൽ പ്രത്യേകമായി നന്ദി പറയുന്നു. പാറോപ്പടി പറമ്പ് കുടുംബസംഗമം നടത്താൻ ഇതിൻ്റെ മുന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഈ അവസരത്തിൽ എൻ്റെ നന്ദി പറയുന്നു. നമ്മൾ ആദ്യം ഈ ഒരു സംഗതി പാറോപ്പടി പ്രദേശ് എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഇതൊരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ കുടുംബത്തിലെ ഒരാൾക്ക് ഒരു ഭാരിച്ച ഹോസ്പിറ്റൽ ചെലവ് വരികയും അവനെ താങ്ങാൻ പറ്റാത്ത ഒരു സംഗതി അവൻ്റെ ജീവിതത്തിൽ വന്നു ചേരുകയും അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിലൂടെ ആ കാര്യങ്ങൾ അവനെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതിൻ്റെ ഞാനും ആരിസും നാസർക്കായും സംസുവും
കൂടി നമ്മളെല്ലാവരും കൂടി നമ്മളെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളോട് ഈ കാര്യം പറഞ്ഞ് നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ അവർക്ക് നമ്മൾ ചെയ്തു കൊടുത്തു. അതിനുശേഷം ഞാനും ആരിസ്കായും സംസും നാസർക്ക അങ്ങനെ ഞങ്ങളൊന്ന് കൂടിയിരുന്ന് ആലോചിച്ച് ഇങ്ങനൊരു ഫണ്ട് നമുക്ക് തുടങ്ങിയാൽ എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ള ഒരു ആശയം നമ്മുടെ മുന്നിൽ വന്നു. അങ്ങനെ ഞങ്ങളെ കാരണവരായ ചേക്കുക്കാനെ ഈ വിവരം അറിയിക്കുകയും ചേക്കുക്കാൻ്റെ ഫുൾ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ കട്ട സപ്പോർട്ട് കിട്ടുകയും അങ്ങനെ ഞങ്ങൾ ഈ ഒരു പാറോപ്പടി ഫാമിലി വെൽഫെയർ കമ്മിറ്റിക്ക് രൂപം നൽകുകയും അത് വളരെ വിപുലീകരിക്കുകയും ചെയ്തു. അങ്ങനെ ഞാനും ആരിസും ഇതിൻ്റെ ചുമതല ഏറ്റെടുത്തു. എല്ലാ മാസവും ആദ്യത്തെ ഞായറാഴ്ച ഞങ്ങൾ രണ്ടുപേരും ഫണ്ട് പിരിവിൽ ഇറങ്ങുകയും ഞങ്ങളെ കുടുംബത്തിന് ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ട് കിട്ടുകയും എല്ലാവരും പൈസ റെഡിയാക്കി വെക്കുകയാണ്. ഓരോ മാസവും ഞങ്ങൾ പോകുന്ന സമയത്ത് പൈസക്ക് ഒരു ബുദ്ധിമുട്ടും ഞങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ അവർ പൈസ അവരെ കൊണ്ട് കഴിയുന്ന എല്ലാ സഹായങ്ങളും ഗൂഗിൾ പേ ആയിട്ടും അതിൽ എടുത്തു പറയാൻ 1-2 പെൺകുട്ടികളെ നമുക്ക് പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടതുണ്ട്. കാരണം നമ്മളെ KK കുടുംബത്തിലെ സെറീന ഗൂഗിൾ പേ ആയിട്ട് അന്ന് ഇത് തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ കുടുംബത്തിന് വേണ്ടി അത്രക്കും എന്നും ഇങ്ങനെ പഠിക്കുക, എല്ലാ സമയത്തും പഠിച്ചിങ്ങനെ ചോദിക്കുകയും നമ്മളെല്ലാവരുടെ പൈസയും ഇവിടെ എത്തല്ലേ. ഞാൻ പറഞ്ഞാൽ അത് പെർഫെക്റ്റ് ആയിട്ട് എല്ലാവരുടെ പൈസയും നമ്മുടെ അക്കൗണ്ടിൽ എത്തുന്നുണ്ട്. അത് കറക്റ്റായിട്ട് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, എല്ലാ മാസവും പോകുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു പകളുണ്ട് സേറിൻ്റെ വ്യാപാര മൂപ്പർക്ക് കഴിവില്ലെങ്കിലും മൂപ്പര് കഴിവിൻ്റെ പരമാവധി ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഈ അവസരത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ എടുത്തു പറഞ്ഞത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ തട്ടി മുട്ടി അങ്ങനെ ഓരോ ജീവിതത്തിലും അവരെ മനസ്സിലുള്ളത് മറ്റുള്ളവരെ സഹായിക്കണം എന്നുള്ള ഒരു ചിന്താഗതിയാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മളിത് അങ്ങനെ ഈ ഒരു കാര്യം ഞങ്ങൾ വലിയക്കാരൻ്റെ അടുത്ത് പോയി. നമ്മളെ നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ വലിയക്കാരൻ്റെ അടുത്ത് പോയിട്ട് ഈ കാര്യങ്ങൾ നമ്മൾ വലിയക്കാരോട് പറഞ്ഞ് വലിയക്ക അതിന് വലിയക്ക പറഞ്ഞിങ്ങനെ നല്ലൊരു കാര്യത്തിൽ ഒരു 500 നോട്ട് എടുത്തിട്ട് വലിയക്ക നമ്മളെ കയ്യിൽ പിടിപ്പിച്ച്. സത്യത്തിൽ നമ്മൾ വലിയക്കാരോട് ഈ കാര്യം പറയാൻ വേണ്ടി പോയതാണ്, ഈ പൈസയുടെ പിരിവിന് പോയതല്ല. ഈ ഒരു മഹത്തായ ഒരു കാര്യം വലിയക്കാരനെ അറിയിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ചുമതല. അപ്പൊ അത് വലിയക്ക നമ്മളൊരു കാരണവരാണല്ലോ. അപ്പൊ വലിയക്കാരനെ അറിയിച്ചപ്പോൾ വലിയക്ക 500 നോട്ട് എടുത്തത് വന്നിട്ട് പറഞ്ഞ് ഇത് നമ്മളെ കുടുംബത്തിലുള്ള ഫണ്ടാണ്, ഇത് നിങ്ങൾ നിലനിർത്തി പോരണം, നമുക്ക് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് എന്ന് വലിയക്ക നമ്മളോട് പറഞ്ഞ്. പിന്നെ വലിയക്കാൻ്റെ കവറിനും നമ്മളെ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ എല്ലാവരുടെയും കവർ വിശാലമാക്കി കൊടുക്കട്ടെ. ആമീൻ. പിന്നെ പറയാനുള്ളത്, ഇത് 1/7/2019 നമ്മൾ തുടങ്ങിയത്. 1/7/2019 തുടങ്ങി പിന്നെ 31/11/2021 ആകുമ്പോഴത്തേക്കും എന്ന് പറഞ്ഞാൽ അതിൽ 2 കൊല്ലം കൊറോണ ബാധിച്ചിട്ട് പോയെങ്കിലും കുറച്ച് എന്നാലും എല്ലാവരും നമ്മളോട് വരാൻ തന്നെ പറയണ്ട. ലോക്ക്ഡൗണും കാര്യമൊക്കെ ആയതുകൊണ്ട് നമുക്ക് അവിടെ എത്തിച്ചേരാനൊന്നും പറ്റിയിട്ടില്ല. പിന്നെ കുറേ ആൾക്കാർ അങ്ങനെ കുറച്ച് തടസ്സങ്ങളൊക്കെ വന്നു പോയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഫണ്ടിൽ ഈ 31/11/2021 വരെ 2,25,000 രൂപ നമ്മുടെ ഫണ്ടിൽ നമ്മുടെ കുടുംബങ്ങൾക്ക് നിക്ഷേപിക്കാൻ കഴിഞ്ഞു.
അതിൽ നിന്ന് നമ്മൾ ചെലവാക്കിയത് അനാവശ്യ ചെലവ് നമ്മൾ ചെയ്തിട്ടില്ല. ഓരോ കുടുംബത്തിലെ അംഗങ്ങൾക്കും ഹോസ്പിറ്റൽ ചെലവ്, ഭാരിച്ച ഹോസ്പിറ്റൽ ചെലവാണല്ലോ ഇപ്പോൾ ഉണ്ടാകുന്നത്. ഭാരിച്ച ഹോസ്പിറ്റൽ ചെലവിന് നമ്മൾ ഫോൺ ചെയ്ത് അങ്ങനെ വളരെ ബുദ്ധിമുട്ടാണ് എന്ന് പറയുകയാണെങ്കിൽ അപ്പം തന്നെ ഒന്നും നോക്കാനില്ല. ചേക്കുക്കാനോട് പറയേണ്ട ആവശ്യമില്ല, ചേക്കുക്ക ഓക്കെയാണ്. അപ്പം ചേക്കുക്കാനോട് നമ്മൾ ചോദിച്ച് സമ്മതം വാങ്ങിയാൽ അപ്പം തന്നെ നമ്മൾ ചെക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഹോസ്പിറ്റൽ ചെലവിനും മരണപ്പെട്ടവർക്കും വേണ്ടിയിട്ട് നമ്മളെ കുടുംബങ്ങൾക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു. ഇത് നമുക്ക് നിലനിർത്താൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ പറയാനുള്ളത്, പാറോപ്പടി ഫാമിലി വെൽഫെയർ കമ്മിറ്റിയിലേക്ക് പുതുതായിട്ട് ചേരാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അതാത് കുടുംബത്തിലെ മുതിർന്ന കാരണവന്മാരെ നിർബന്ധമായിട്ടെന്ന് പറയുന്നില്ല, പിന്നെ ഏൽപ്പിക്കണം. ആ ഫണ്ട് ഗൂഗിൾ പേയുടെ നമ്പറുണ്ട്, ആ ഗൂഗിൾ പേയിൽ അയക്കുകയാണെങ്കിൽ ഇതിൻ്റെ വേറൊരു സവിശേഷത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിപ്പോൾ നമ്മുടെ പരിമിതിയിലാണ്. ഇത് ഈ ഒരു ചെറിയൊരു പരിപാടിയാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ നടത്തിയത്. ഇത് നമ്മൾ നല്ല വിപുലീകരിക്കും. കാരണം നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോയി. നമ്മുടെ കുടുംബത്തിൽ 460 അംഗങ്ങളുണ്ട്. ഇതിപ്പോൾ ആകെ നമ്മുടെ ഫാമിലിയിൽ തരുന്നത് ആകെ 20 കുടുംബങ്ങളെ നമുക്ക് ഇപ്പോൾ പൈസ തരുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും കൂടി തരികയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മളെ കുടുംബത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഒരൊറ്റ ഫോൺ കോൾ മതി, ഒരു ഹോസ്പിറ്റൽ ചെലവ് പൈസ അവിടെ എത്തും. അതിൽ യാതൊരു സംശയമില്ല. പിന്നെ ഇതുപോലെ നമ്മുടെ കുടുംബത്തെ സഹായിക്കാൻ എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും അള്ളാഹുവിൻ്റെ കാവലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നീട് നമുക്ക് ഇതിലെ ഇപ്പോൾ പാറോപ്പടി ഫാമിലി കുടുംബ വെൽഫെയർ കമ്മിറ്റിയിൽ പുതുതായി ഇതിൽ ചേർക്കപ്പെട്ട ആളുകളുണ്ട്. ഈ കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുത്ത ആളുകളുണ്ട്. അതിൽ പ്രസിഡന്റ് PP ചേക്കുവാണ്. പിന്നെ സെക്രട്ടറി P. അബ്ദുൽ കലാം. പിന്നെ വൈസ് പ്രസിഡന്റായിട്ട് മാമുക്കോയ എന്ന മോയി. പിന്നെ ജോയിന്റ് സെക്രട്ടറി നാസർ കക്കോടി. പിന്നെ ട്രഷറർ ആയിട്ട് ഹാരിസ് പാറോപ്പടി. പിന്നെ എക്സിക്യൂട്ടീവ് അംഗങ്ങളായിട്ട് ഉള്ള ആളുകൾ അബ്ദുൽ സലാം, അബ്ദുൽ അസീസ്, ഇക്കാസ്, നജിക്ക, ജുനൈസ്, കുഞ്ഞാതുക്ക, അൽത്താഫ്, ജംഷി പുളക്കടവ് എന്നിവരെ തെരഞ്ഞെടുത്തിരിക്കുന്നു. എല്ലാവർക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ ഈ ഇളയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും. അടുത്തതായി മൊമെന്റോ കൊടുക്കാനായി നജീബ് കായെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതോടുകൂടെ പ്രവാസി കൂട്ടായ്മയിൽ നിന്നും ഇദ്ദേഹത്തിന് വേണ്ടി ഒരു ചെറിയ ഗിഫ്റ്റ്. നമുക്ക് കയ്യടികളോട് കൂടെ തന്നെ പ്രോത്സാഹിപ്പിക്കാം. 50 വർഷത്തോളമായി മെഡിക്കൽ രംഗത്ത് ആതുരമായ സേവനം നടത്തുന്ന ആളാണ് നമ്മുടെ മൂസക്കാക്ക. അദ്ദേഹത്തിന് ഒരു എല്ലാവരുടെ പോയി ആർദ്രമായി നമുക്കൊരു വിജയം കൊടുക്കാമോ? മൊമെന്റോ കൊടുക്കാനായി ജുനൈസ് ഖാനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇതിനൊപ്പം പ്രവാസി കൂട്ടായ്മയിൽ നിന്നും ഒരു ചെറിയ ഉപഹാരം കൂടി സ്വീകരിക്കാൻ ഉണ്ട്.
കൈയടിച്ചു എന്ന് ഓർമ്മയിലാക്കിട്ടോ. കൈയടി കൈയടി. സുബൈദ മൊയ്ക്കൽ, ഇത് നമ്മുടെ മൊയ്തീൻ കോയക്കാരുടെ വൈഫാണ് അലിമ ബി. പൊന്നാട അണിയിക്കാൻ അലിമ ബി മൊയ്ക്കലിനെ അലിമ ബി മൊയ്ക്കൽ പൊന്നാട അണിക്കുകയാണ്. മൊമെന്റോ കൊടുക്കാനായി റംലത്ത് മോയിക്കോയുടെ വൈഫ് റംലത്തിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മൊമെന്റോ കൊടുക്കാനായി ഇതിനൊപ്പം പ്രവാസി കൂട്ടായ്മയിൽ നിന്നും ഒരു ചെറിയ ഉപഹാരം കൂടി സ്വീകരിക്കുന്നു. പ്രവാസി കൂട്ടായ്മയിൽ നിന്നുള്ള ഗിഫ്റ്റാണ് ഇപ്പോൾ കൊടുത്തത്. എല്ലാവരും നമ്മുടെ ആൾക്കാരാണ് കേട്ടോ. കയ്യിൽ ആരും കുറയ്ക്കണ്ട. നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും തലമുത്ത കാരണവന്മാരിൽ പെട്ടവർക്കാണ് നമ്മൾ ഈ മൊമെന്റ് കൊടുക്കുന്നത്. കയ്യെ കയ്യെ മൊമെന്റ് കൊടുക്കാനായി സൂറാബി വൈഫ് കരീഖാനെ ക്ഷണിക്കുന്നു. കരീഖാന്റെ വൈഫ് സൂറാബിയെ മൊമെന്റ് കൊടുക്കാനായി ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സൂറാബിത, സൂറാബിത വലിയ വന്നാൽ മതി. കയ്യിൽ നോട്ടെ, കയ്യിൽ നോട്ടെ, പോരട്ടെ, പോരട്ടെ. കയ്യടി കയ്യടി കയ്യടി. പ്രവാസി കൂട്ടായ്മയിൽ നിന്നും ഒരു ചെറിയ ഉപഹാരം സ്വീകരിക്കാൻ വേണ്ടി പ്രവാസി കൂട്ടായ്മയിൽ നിന്നുള്ള ചെറിയ ഉപഹാരമാണിത്. കുട്ടിഹസൻ എന്നിവരുടെ ഭാര്യ ഷെരീഫത്ത. ഇത് അമ്മായിയും മരുമോളുമാണ് കേട്ടോ. അമ്മായിയമ്മയും മരുമോളുമാണ് ഈ
നിർത്തല്ലേ, കയ്യടി നിർത്തല്ലേ. മൊമെന്റോ കൊടുക്കാനായി സൗദാദിയെ ഞാൻ വെൽക്കം ചെയ്യുന്നു. സൗദാദി എന്റെ അമ്മായിയാണ്. ആൻഡ് ഇത് എന്റെ മുത്തമ്മയാണ് കേട്ടോ. കയ്യടി നിർത്ത്, കയ്യടി നിർത്ത്. ഇത് എപ്പോഴും വിളിച്ച് ഓർമ്മിപ്പിക്കേണ്ട ഒരു സംഭവമല്ല കേട്ടോ. നമ്മൾ ഓണത്തിന് ഞങ്ങൾ കൊണ്ടുവരണം. പോരണ്ടോണ്ട് കയ്യടിച്ച് നിൽക്കുന്ന മലയാളികളുണ്ട്. ഉപഹാരം കൂടി ഏറ്റുവാങ്ങുന്നു. ഇതും നാത്തോട്ട് തന്നെയാണ് കേട്ടോ. രണ്ടാളും you